ഗീതേച്ചി ഗീതേച്ചി ഞാൻ വന്നേ. ഗീതേച്ചി ഞാനേ എറണാകുളത്തുനിന്ന് വരുന്നതാണേ. അപ്പോൾ എറണാകുളത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഈ 3 കൂടുകൾ ഇവിടെ വെച്ചേക്കുന്നതാണ്. ഇതെന്താണ്, ഇതിൻ്റെ കാരണം എന്താണ്, എന്താണെന്ന് അറിയാവോ? അത് ഗീതേച്ചി പറയണ്ടേ? ഇത് ക്ലീൻ ഗ്രീൻ പാലിൻ്റെ തന്ന ബാസ്ക്കറ്റാണ്. അത് ഒന്നിൽ പ്ലാസ്റ്റിക് ഇടേനും, ഒന്നിൽ ചെരുപ്പിടേനും, ഒന്നിൽ കുപ്പി ഇടേനും. അത് തന്നുകൊണ്ട് നമ്മളെ വളപ്പിലൊന്നും ഇടാണ്ടല്ല വീട്ടിൽ തന്നെ വെക്കുന്നത്. അത് ഹരിതസേന വന്നിട്ട് ഇത് അറിയുമ്പോൾ എടുത്തോണ്ട് പോകും. അപ്പൊ ഇതിന് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താ? സമൂഹത്തിന് നൽകുന്ന സന്ദേശം പരിസരം വൃത്തിയായിട്ടുള്ളത് അല്ലേ? എന്ന് വെച്ചാൽ ഈ വലിച്ചെറിയൽ എന്ന് പറഞ്ഞ ഒരു സംസ്കാരം നമ്മുടെ നാടിന് മോശമാണ് എന്ന് നമ്മുടെ വീടുകളിൽ മക്കളെ കാണിച്ചു കൊടുക്കുകയാണ്. തരംതിരിച്ചിടുക അല്ലേ? ഇത് നമ്മുടെ ഓഫീസുകളിലും നാടുകളിലും ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇത് ഉണ്ടാവേണ്ടതാണ്. ഈവൻ ബസ്സുകളിൽ വരെയും ഇങ്ങനെയുള്ള ഒരു സംസ്കാരം വളരേണ്ടതാണ്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലേസൊക്കെ കഴിച്ചിട്ട്. ഇത് പാലുണ്ടയിലെ നമ്മുടെ വിശുദ്ധി സേനാംഗങ്ങളാണ്. ഇവരൊക്കെ കൂടി നടത്തിയ ഒരു വലിയ ഒരു മാറ്റമാണിത്. 400ഓളം വീടുകളിൽ 3 ഡസ്റ്റ് ബിന്നുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡെസ്ക് ബാസ്ക്കറ്റ് എന്നും പറയാം, ഡെസ്ക് ബിന്നുകൾ എന്നും പറയാം. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച, നീല, മഞ്ഞ ഇത് ഓരോ ഇനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതൊന്ന് പ്രത്യേക വെച്ച് കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ഉണ്ടാക്കി വെച്ച് ഈ സാധനം മൂല്യമുള്ള വസ്തുവാണ്. ഇത് നമുക്ക് തൂക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൈസ കിട്ടും. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കാണിച്ചേ. ഇത് അതുപോലെ തന്നെ ഇത് ചെരുപ്പ്. ഇത് പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഈ പ്ലാസ്റ്റിക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇത് ചെരുപ്പ് പോലെയുള്ള വസ്തുക്കൾ ഇത് പെട്ടെന്ന് അവർ ഇടിക്കുകയില്ല. ഇത് കൂടുതലും ഈ ക്ലീൻ കേരള കമ്പനികൾക്കാണ് ഇത് എടുക്കാൻ പറ്റുക. പിന്നെ ഇത് കുപ്പികൾ, അല്ല കുപ്പി, ലെതർ ബാഗ് ഇതൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഈ പേപ്പർ ഇടാനുള്ളതിൻ്റെ സഞ്ചിയിലേക്ക് മാറ്റും. അല്ല, പേപ്പറിന് ഇപ്പോൾ നമുക്ക് വലിയൊരു ദോഷമൊന്നുമില്ല. പേപ്പർ ഇപ്പോൾ പുറത്തിട്ടാലും അല്ലേ, പേപ്പർ നമുക്ക് ഒരു പൊള്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല. അത് നമുക്ക് ഹരിതകർമ്മസേനക്കാർ വന്ന് എടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ ഏകദേശം നാട് ഒരു വൃത്തിയായി തുടങ്ങി അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്ലീൻ ഗ്രീൻ പാലുണ്ട്, അവരാണ് നമ്മുടെ ജിതേഷ്, നമ്മുടെ കാരായി വിജയൻ മാഷ്, പവിത്രൻ മാഷ്, പങ്കജ മാഷ്, രാഘവേട്ടൻ ഈ വീടിൻ്റെ ആളാണ്. നമ്മുടെ ഗീതേച്ചിയുടെ ആളാണ് ഈ രാഘവേട്ടൻ. അപ്പോൾ ഇത് ഞാനിവിടെ വന്നത് പാനുണ്ടയിൽ ആരായിട്ടാണെന്ന് അറിയാമോ? ആദ്യത്തെ നിങ്ങളുടെ ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ ആദ്യ ടൂറിസ്റ്റാണ് ഞാൻ. നിങ്ങളിവിടെ നടത്തിയ ഈ മാറ്റം കൊണ്ട് ഈ ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബസമേതം ഇവിടെ ഇന്നലെ വന്ന് ഈ ഗ്രാമത്തിൽ താമസിച്ച് ഇവിടുത്തെ സ്നേഹങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അറിഞ്ഞിട്ടിന്ന് പോവുകയാണ്. അപ്പോൾ വലിയൊരു നന്ദി പറയുന്നു കേട്ടോ. എല്ലാവർക്കും നിങ്ങളിവിടെ ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ യുവാവിന് പ്രത്യേകിച്ച് ജിതേഷ് പാനുണ്ട. കാരണം ഒരാൾ ചെയ്യുന്ന ഇനിഷ്യേറ്റീവാണ് പിന്നിലുള്ള ഒരു ആരെങ്കിലും ഒരു ഗീതാച്ചി. ഒത്തിരി സന്തോഷം കേട്ടോ. ടാറ്റ പറയട്ടെ. കുഞ്ഞു പാനുണ്ട്. നല്ല പരിസരം കേട്ടോ, നല്ല വൃത്തിയായിട്ട് വീട് സൂക്ഷിച്ചു. എല്ലാവരും ടാറ്റ പറഞ്ഞേ.